ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് ആരാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാമുദായികമായി ഗുരുദേവൻ സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല, എന്റെ പഠനത്തിൽ, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, എന്റെ പഠനത്തിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനാണ്. ഇന്ത്യയിൽ ആദ്യമായി. അതിന്റെ കാരണം ആലപ്പുഴ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ കിഴക്കിന്റെ വെനീസ് പട്ടണത്തിൽ ഞാൻ 2 പ്രാവശ്യം പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. അവിടുത്തെ ഓരോ ചാലുകളും കെട്ടിടങ്ങളും കണ്ടാൽ ആലപ്പുഴ തന്നെ. ആരോ അറിഞ്ഞുകൊടുത്ത പേരാണ് കിഴക്കിന്റെ വെനീസ്. കൃത്യമാണത്. ആലപ്പുഴ പട്ടണത്തിൽ ധാരാളം ബ്രിട്ടീഷ് കമ്പനികളുണ്ട്. ഇപ്പോഴും അതിൽ പലതും ബ്രിട്ടീഷുകാർ പോയി ഇത്രയും കാലമായെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ മിനിഞ്ഞാന്നും അതിലേ പോയ സമയത്തുണ്ട് ആസ്പിൻ വാൾ. മുഹമ്മയിൽ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈക്കത്തും അതിലേ പോയപ്പോൾ ആസ്പിൻ വാൾ കമ്പനി കണ്ടപ്പോൾ ഞാൻ ഓർത്തിടാ, ബ്രിട്ടീഷുകാർ പോലെ ഇപ്പോഴും ആസ്പിൻ വാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന്. അപ്രകാരം കമ്പനികൾ ധാരാളം ഉണ്ടായിരുന്നു. തുറമുഖ നഗരമായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കമ്പനികൾ ധാരാളം. അതിലൊരു കമ്പനിയായിരുന്നു ഡെറാസ് മെയിൽ. അതിൽ കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ കൃത്യമായി ശമ്പളം കൊടുക്കില്ല, തുച്ഛമായ വേതനം. എന്നിട്ടോ അവധി കൊടുക്കൂല. മാടിനേക്കാൾ കഷ്ടമായ രീതിയിലിട്ട് അധ്വാനിപ്പിക്കും മനുഷ്യനെ കൊണ്ട്. പാട്ടിണിയും ദാരിദ്ര്യവും പുരകട്ടിമയാൻ കഴിയാതെയും ദുരിതത്തിൽ ആണ്ടിരുന്ന ജനം. അതിൽ PK ബാവ എന്ന് വാടയിൽ സ്വദേശിയായ PK ബാവ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വന്ന് TK കേശവൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരു വൈദ്യൻ അവിടെ വൈദ്യശാല ഇട്ടിരുന്നു. വൈകുന്നേരം തൊഴിലാളികൾ പലപ്പോഴും അവിടെ കൂടിയിരുന്ന് ചിലരൊക്കെ ഇത്തിരി അരിഷ്ടമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പോകുന്ന ഒരു വൈദ്യശാലയായിരുന്നു കേശവൻ വൈദ്യൻ്റെ. ബാബ എന്നും വൈകുന്നേരം അവിടെ ഈ സഭ കൂടുന്ന കൂട്ടത്തിൽ ബാബ ഉണ്ടാകും. ബാബയുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മരുന്നില്ല, ചോര ഛർദ്ദിച്ച് കിടക്കുന്നു, പുര ചോർന്നൊലിക്കുന്നു, മക്കൾ പട്ടിണിയിലാണ്, പട്ടിണി കോലങ്ങളാണ്, വിദ്യാഭ്യാസത്തിന് അയക്കാൻ നിർവാഹമില്ല. കേശവൻ വൈദ്യനോട് സങ്കടം പറഞ്ഞപ്പോ PK ബാബയോട് കേശവൻ വൈദ്യൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ കടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിലുണ്ട്, നിന്റെ സങ്കടം അവിടെ ചെന്ന് പറയാം. ഇപ്പൊ ബാബ ചോദിച്ചു, ബ്രിട്ടീഷുകാരുടെ കമ്പനിയിൽ ഞാൻ ഉള്ള കാര്യം നമ്മളവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ എന്ത് പരിഹാരം കാണാനാ? ഈ വൈദ്യന് ഗുരുദേവനെ പറ്റി നല്ല അറിവുണ്ട്. അതുകൊണ്ട് പറയും, ഏതായാലും വാ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. PK ബാബയെയും കൂട്ടി 1922 സംഭവമാണ്. കൊണ്ടുപോയി കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടപ്പോൾ PK ബാബ തന്റെ സങ്കടങ്ങളാകെ അവതരിപ്പിച്ച് മഹാ തേജസ്വിയായ ഗുരുദേവനെ കണ്ടപ്പോ ബാബയുടെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും കഥകൾ പറഞ്ഞ് ധാരധാരയായി കണ്ണുനീരൊഴുകി തോരാത്ത കണ്ണുനീർ പെയ്ത്ത് നടത്തിയപ്പോ ആ കണ്ണുനീരിലൂടെ ഗുരുദേവൻ കണ്ടത് ബാബയുടെ ദുഃഖം മാത്രമല്ല, ഇന്ത്യയിലാകമാനമുള്ള തൊഴിലാളികളുടെ കണ്ണുനീരാണ് കണ്ടത്. അവരുടെ വേദനകളും യാതനകളുമാണ് കണ്ടത്. അവിടെ ആശാന്റെ വരികൾ പ്രസക്തമാണ്. അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വമ്പാക വെടിഞ്ഞുള്ളവരുണ്ടോ, ഇതുപോലെ നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ, പരമാചാര്യ നമസ്തേ. അൻപാർന്നവർ, ഇത്രേ കാരുണ്യമുള്ളവരുണ്ടോ എന്ന് മാത്രമല്ല, പരവിജ്ഞാനികളുണ്ടോ. അവിടാണ് വലിയ വിഷയം, പരഹൃദയജ്ഞാനം. ബാബായുടെ മനസ്സ് ഗുരുദേവൻ കണ്ടു, പരവിജ്ഞാനിയാണ്. ആ ഒഴുകുന്ന കണ്ണുനീരിലൂടെ ഡെറാസ് മെയിലിലെ ജോലിക്കാരുടെ പീഡനം മാത്രമല്ല, മലയാളക്കരയിലെയും ഭാരതത്തിലെയും തൊഴിലാളികളുടെ വേദനകളും യാതനകളും പരിത്യാഗങ്ങളും ആ കണ്ണുനീരിലൂടെ ഗുരുദേവൻ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ബാബാ, നിങ്ങളുടെ തൊഴിലാളികൾക്കെല്ലാം കൂടി സംഘടിക്കാൻ കഴിയുമോ? സംഘടിപ്പിക്കുക, സംഘടിച്ച് സമരം ചെയ്യണം. കേരളത്തിൽ ആദ്യമായ ശബ്ദം മുഴങ്ങിയത് ആദ്യമായിട്ടാണ് സംഘടിച്ച് സമരം ചെയ്യണം എന്ന്. ആ വാക്കാദ്യം പറഞ്ഞത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരുമല്ല, വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനാണ്.
പറഞ്ഞു. ബാബ സമ്മതിച്ചു. കേശവൻ വൈദ്യനും ബാബയും എല്ലാം ഓടി നടന്ന് ആലപ്പുഴയിലെ ഫാക്ടറികളിലെ തൊഴിലാളികളെ എല്ലാം കൂടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് 1922 ഏപ്രിൽ 22 1922 ഏപ്രിൽ 22 കളർകോട് ക്ഷേത്ര മൈതാനിയിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി സമ്മേളനം നടന്നു. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗുരുദേവനാണ്.